ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കടല വെച്ചിട്ട് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് കടല എടുത്തിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കടല ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പരിപ്പാക്കി എടുത്തിട്ടുണ്ട്, കുറച്ച് അതേപോലെ തന്നെ ഇട്ടതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 2 ഏലക്കായും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അത് കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പണിയെടുക്കാം. അപ്പം നമുക്ക് കുറച്ച് കുഞ്ഞിപ്പൊടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് വെള്ളവും ഉപയോഗിച്ചിട്ട് ഒന്ന് പൊടി വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്ന രീതിയിൽ വാട്ടിയെടുത്ത് നന്നായിട്ട് കുഴച്ചെടുത്തതാണ്. അപ്പം അത് ഇതുപോലെ പൊടി കുഴച്ചെടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു പിടികളാക്കി എടുക്കുക. നമ്മുടെ കടലപ്പരിപ്പിൻ്റെ ഒക്കെ വലുപ്പത്തിൽ വേണം നമ്മൾ പിടികൾ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പം പിടികൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മുടെ പിടികൾ ഓരോന്നും റെഡിയാക്കി ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിടികളൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും. അപ്പോൾ എല്ലാ പിടിയൊന്ന് റെഡിയാക്കി എടുക്കാം. ഈ പിടി റെഡിയാക്കി എടുക്കേണ്ടത് ഈ അരിപ്പൊടി പിന്നെ വേസ്റ്റ് ആകുന്നില്ല. ഇതും നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. അപ്പോൾ മുമ്പ് എപ്പോഴെങ്കിലും ഇത് ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഇതുപോലുള്ള വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞിപ്പൊടിയൊക്കെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞിപ്പൊടിയും അരിപ്പൊടിയും വേറെ വേറെ ആക്കി എടുക്കണം. ഇതുപോലെ തട്ടി കൊടുത്താൽ മതി. ഇതാ നമുക്കിതുപോലെ വേർതിരിച്ചെടുക്കാൻ കഴിയും. അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2-3 ചുള ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഈ അരിപ്പൊടി കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളത് കടലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ അതിൽ 3 ആണി ശർക്കര ചേർത്തതാണ് കാണിച്ചിട്ടുള്ളത്. ഞാൻ ഇതിലേക്ക് 1 ആണി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം ശർക്കര ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 4 ആണി ശർക്കരയാണ് കറക്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞിട്ട് വരട്ടെ. അപ്പം ശർക്കര അലിഞ്ഞ് വന്നതിന് ശേഷം എന്താ നന്നായിട്ട് പലിഞ്ഞ് തിളച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കുഞ്ഞിപ്പിടി ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുഞ്ഞിപ്പിടി നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ കുഞ്ഞിപ്പിടി അതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. അപ്പം കുഞ്ഞിപ്പിടി വെന്ത് കഴിയുമ്പോൾ അതായത് വീഡിയോയിൽ കാണുന്നത് പോലെ കുഞ്ഞിപ്പിടി ഓരോന്നായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ പിടികളും മുകളിലേക്ക് പൊങ്ങി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് എല്ലാ പിടികളൊന്നും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു അരപ്പുണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അഥവാ ഈ അരപ്പ് ചേർത്ത സമയത്ത് നമുക്ക് പായസം നല്ല തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി കൊടുക്കാം. ഇത് കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു പായസമാണ്. അപ്പം ഓവർ ലൂസാക്കുകയും ചെയ്യരുത്. ഇപ്പോൾ അത് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചാൽ മതി, നമ്മുടെ പായസം റെഡി ആയിട്ട് കിട്ടും. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ബൈ.